അടിസ്ഥാനപരമായി ആസ്മയും ഒരു അലർജി രോഗമാണ്. ശ്വാസകോശത്തെ, ശ്വാസനാളികളെ ബാധിക്കുന്ന അലർജി. ആസ്മജന്യമായ വസ്തുക്കളുമായി ഇടപഴകുമ്പോൾ ശ്വാസനാളികളെ പേശികൾ മുറുകുകയും നീർക്കെട്ടുണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ പേശികൾ ചുരുങ്ങുമ്പോൾ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. ഇതാണ് ആസ്മയുടെ രോഗലക്ഷണമായി നമ്മൾ കാണുന്നത്. ശ്വാസനാളങ്ങളെയും ശ്വാസകോശത്തെയും ബാധിക്കുന്ന ദീർഘകാല അലർജിയുടെ ബാഹ്യാവിഷ്കാരമാണ് ആസ്മ. ആരോഗ്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കാവുന്ന സാധാരണ രോഗങ്ങളിൽ ഒന്നുകൂടിയാണിത്. പലപ്പോഴും ജലദോഷം, ത്വക്ക് രോഗങ്ങൾ തുടങ്ങിയ അലർജിജന്യമായ രോഗങ്ങൾക്കൊപ്പം കണ്ടുവരുന്നു. കൂടെ ഉണ്ടാകുന്ന ചുമ, ശ്വാസതടസ്സം, വലിവ്, തുടർച്ചയായുള്ള ശ്വസനേന്ദ്രിയ അണുബാധ തുടങ്ങിയവ ആസ്മ രോഗമുള്ളവരിൽ കണ്ടുവരുന്നു. ആസ്മ രോഗം ഉണ്ടാവുന്നതിന് പ്രധാന കാരണം ജനറ്റിക്കാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന രോഗങ്ങളിൽ ഒന്നാണ് ആസ്മ രോഗം. പല ജീനുകൾ ആസ്മ രോഗത്തിൻ്റേതായിട്ട് ഉണ്ട്. ഒരു സിംഗിൾ ജീൻ ഒരിക്കലും ആസ്മ രോഗത്തിന് കാരണമായിട്ട് കണ്ടെത്തിയിട്ടില്ല. എന്നാലും ഈ അസുഖം മിക്കവാറും ജനറ്റിക്കാണ്. വളരെ ചെറിയൊരു ശതമാനം രോഗികളിൽ ചുമ, നിരന്തരമായുള്ള ശ്വസനേന്ദ്രിയങ്ങളിലെ അണുബാധ, വലിവ് എന്നിവ പ്രകടമാകണമെന്നില്ല. മറ്റു രോഗങ്ങൾ ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്നതിന് നെഞ്ചിന്റെ എക്സ്റേ ആവശ്യമായി വരും. സാധാരണ നമ്മുടെ ശ്വാസനാളികളുടെ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ശ്വാസനാളികളിലും മസിലുകളും അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ചൊരു മ്യൂക്കസ് ലെയറുമാണ് ഉണ്ടാകുന്നത്. ആസ്മ രോഗികളിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ മസിലുകൾ സങ്കോചിക്കുകയാണ്. മസിലുകൾ സങ്കോചിക്കുമ്പോൾ ഇതിൻ്റെ വ്യാസം, ശ്വാസനാളികളുടെ വ്യാസം കുറയുകയാണ് ചെയ്യുന്നത്. ഈ വ്യാസം കുറയുന്നതോടൊപ്പം നമുക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. ഇതേ സമയത്ത് തന്നെ ശ്വാസനാളികളിൽ നീരും കൂടി ഉണ്ടാകുന്നതാണ്. ഇതാണ് ഓരോ ആസ്മ രോഗികളിലും അവർ ഏതെങ്കിലും പാരമ്പര്യമായിട്ട് ആസ്മ രോഗമുണ്ടെങ്കിൽ അവരേതെങ്കിലും അലർജിയുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ, അതായത് പൊടിയുമായിട്ടോ പുകയുമായിട്ടോ ഏതെങ്കിലും അലർജിയുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ അവരുടെ നാളികളിലുള്ള മസിൽ സങ്കോചപ്പെടുന്നു. അതിനാൽ ശ്വാസനാളികളുടെ വ്യാസം കുറയുന്നു, ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നു. ഇതേ സമയത്ത് തന്നെ ശ്വാസനാളികളിൽ നീരും കൂടെ ഉണ്ടാകുന്നു. ഈ നീർക്കെട്ടും നമ്മൾ ചികിത്സിക്കേണ്ടതായിട്ടുണ്ട്. ആസ്മ രോഗമുണ്ടെന്ന് സംശയിക്കുന്നവരിൽ രോഗം സ്ഥിരീകരിക്കുന്നതിനുള്ള ഒരു പരിശോധനയാണ് ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി സ്പൈറോഗ്രാം. ഇത് സാധാരണ അറിയപ്പെടുന്നത് പൾമോണറി ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ PFT എന്ന ചുരുക്കപ്പേരിലാണ്. ഈ പരിശോധനകൾ മിക്കവാറും എല്ലാ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലും ഒരു ശ്വാസകോശ രോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ലഭ്യമാണ്. രോഗനിർണയത്തിനൊപ്പം തന്നെ രോഗത്തിന്റെ കാഠിന്യം അറിഞ്ഞ് അതിനനുസൃതമായ ചികിത്സ നിർണയിക്കാനും ഈ പരിശോധനയിലൂടെ കഴിയുന്നു. ആസ്മ രോഗത്തിൻ്റെ തീവ്രത അളക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് പീക്ക് ഫ്ലോ സ്പൈറോമെട്രി എന്ന് പറയുന്ന ഒരു ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി അളക്കാനുള്ള ഒരു ഉപകരണമുണ്ട്. സ്പൈറോമെട്രി എന്നാണ് ഇതിൻ്റെ പറയുന്നത്. ഒരു രോഗിയുടെ ശ്വാസകോശത്തിന് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, അവരുടെ ശ്വാസമുട്ടലിൻ്റെ തോത് എത്രയാണ്, ഇത് അളക്കാനുള്ള ഉപകരണമാണ് പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റ് ഓർ സ്പൈറോമെട്രി എന്ന് പറയുന്നത്. ഇത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ്. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ വിവിധമായിട്ടുള്ള ഫങ്ഷൻസ് ഇതിൽ മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ എത്രത്തോളം ശ്വാസമുട്ടലുണ്ടെങ്കിൽ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ എത്രത്തോളം റിവേഴ്സിബിലിറ്റി ഉണ്ട്, ഈ ശ്വാസമുട്ടൽ ആസ്മ രോഗം തന്നെയാണോ ഓർ പുകവലിക്കാരിലൊക്കെ കാണപ്പെടുന്ന COPD ആണോ എന്ന് വ്യക്തമാക്കാനും പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്.